പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് US സൈന്യം. വ്യോമ പ്രതിരോധ മേഖലകൾ, മിസൈൽ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് സൈന്യത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. USനെതിരെ ഇറാനും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഇറാഖിൽ US സൈന്യത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മറ്റൊരു US സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇതോടെ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന US സൈനികരുടെ എണ്ണം 17ആയി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കാൻ MPമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-ലെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇന്ന് പാർലമെന്റ് പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. പുതിയ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് എത്തിയവരെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഭാവികവും കാലാവസ്ഥാ രീതികളും നിയമനിർമ്മാണ സഭയുടെ ഉൽപാദനക്ഷമതയും തമ്മിൽ ചിന്തോദ്ദീപമായ ഒരു സാദൃശ്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സജീവവും ഭാവി കാഴ്ചപ്പാടുമുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിൽ ഉണ്ടാകുന്ന വലിയ സ്വാധീനത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഒടുവിൽ പ്രയോജനം ചെയ്യുന്ന ഉയർന്ന നിർമ്മാണാത്മക ഫലങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി പങ്കുവച്ചു. കാലവർഷം സജീവമായി തുടരുമെന്നും വർഷകാല സമ്മേളനം ഫലപ്രദമായിരിക്കുമെന്നും നാം പ്രാർത്ഥിക്കുന്നുവെന്ന് മോദി പറഞ്ഞു. CJP പാർലമെന്റ് മാർച്ചിൽ അണിനിരുന്ന ഡിംപിൾ യാദവ് പോലീസ് കസ്റ്റഡിയിൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ അണിനിരുന്ന അഖിലേഷ് യാദവിന്റെ ഭാര്യയും ലോക്സഭാ MPയുമായ ഡിംപിൾ യാദവ് പോലീസ് കസ്റ്റഡിയിൽ. മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് നടത്തിയ ചലോ സൻസദ് മാർച്ചിനിടയിലായിരുന്നു അറസ്റ്റ്. മാർച്ചിന് നേതൃത്വം നൽകിയ അഭിജിത് ദീപ്കയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കേസിലെ ഇരുവിഭാഗങ്ങളുടെയും വിശദമായ വാദം കേട്ട ശേഷമാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് വിലയിരുത്തിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ചെന്താമരയ്ക്ക് 20 ലക്ഷം രൂപ പിഴ അടക്കണമെന്നും ആ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രതിക്ക് പിഴ അടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷത്തെ അധിക തടവും അനുഭവിക്കേണ്ടി വരുമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. ഡോക്ടർ MK റാം റിമാൻഡിൽ. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാം റിമാൻഡിൽ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഇന്നാണ് കുടകിൽ നിന്ന് ഡോക്ടർ റാമിനെ പിടികൂടിയത്. നേരത്തെ റാമിനെ തേടി അന്വേഷണ സംഘം ആന്ധ്രയിലെ ചിറ്റൂരിലെത്തിയിരുന്നു. എന്നാൽ റാം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് റാം ഒളിവിൽ പോയത്. താടി വെച്ച് രൂപം മാറിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് SITക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. 2025-ൽ ദ്വാരപാലക പാളി കടത്താൻ ശ്രമിച്ച കേസിൽ 54 പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്നും പ്രതികൾ നടത്തിയ കുറ്റകൃത്യത്തിന്റെ രീതി മനസ്സിലായെന്നും SIT കോടതിയെ അറിയിച്ചു. സെപ്റ്റംബർ 3-ന് കേസ് വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി SIT. PSC ആസ്ഥാനത്ത് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ SIT പരിശോധന. കമ്പ്യൂട്ടറുകളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളും SIT സംഘം പരിശോധിക്കും. SIT സംഘത്തെ സഹായിക്കാൻ IT വിദഗ്ധരുമുണ്ട്. ഇത് 4ാം തവണയാണ് SIT സംഘം PSC ആസ്ഥാനത്ത് എത്തുന്നത്. 25-നകം പ്രാഥമിക റിപ്പോർട്ട് DGPക്ക് കൈമാറുമെന്ന് സംഘം അറിയിച്ചു.
സംസ്ഥാനത്തെ റേഷൻ കടകളുടെ ഇ-പോസ് മെഷീനുകൾ പ്രവർത്തനരഹിതം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇ-പോസ് മെഷീനുകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തനം ഭാഗികമായി സ്തംഭിച്ചു. രാവിലെ മുതൽ തന്നെ സാങ്കേതിക തകരാർ മൂലം ഇ-പോസ് മെഷീനുകൾ പ്രവർത്തിക്കാതായതോടെ ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാവിലെ റേഷൻ സാധനങ്ങൾ വാങ്ങാനായി കടകളിലെത്തിയ കാർഡുടമകൾ സാധനങ്ങൾ ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വന്നു. കൊച്ചിയിലെയും കോഴിക്കോട്ടിലെയും കോറ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ തീരുമാനമായതായി മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനി അധികൃതരുമായുള്ള ചർച്ചയിലാണ് തീരുമാനമായത്. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ആദ്യം കൊടുത്ത 2 മാസത്തെ ശമ്പളത്തിന് പുറമെയാണ് 5 മാസത്തെ കൂടി ശമ്പളം കൊടുക്കുക. 26-ാം തീയതിക്ക് മുൻപ് കൊടുക്കും. മറ്റു ജോലികൾ ലഭിക്കുന്നതിനായി വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും ലീവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളും കമ്പനി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ പുതിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ വരുന്നു. സംസ്ഥാനത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ജൂലൈ 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളിലെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ഐ-ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും SPCയുടെ വാർത്താജാലകം പതിപ്പിന്റെ പ്രകാശനവും ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും.